ഹായ് നമസ്കാരം. കൊയിലാണ്ടി മീഡിയയിൽ നിന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെ കുറവങ്ങാട് അക്കുടേൻ്റെ അടുത്താട്ടോ. അപ്പോൾ നല്ലൊരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ഇദ്ദേഹം ഒരു കലാകാരൻ മാത്രമല്ല, ഒരു കാലത്ത് കൊയിലാണ്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെ ഫുട്ബോൾ മൈതാനങ്ങളെ തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ആരാധകർ സൃഷ്ടിച്ച് ഒരുപാട് പുൽമൈതാനങ്ങളെ പുളകം കൊള്ളിച്ച നല്ലൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ സാധാരണ പേപ്പറിലൊക്കെ ചിത്രം വരയ്ക്കും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ചുമരിലും അങ്ങനെ കിടപ്പ് മുറിയിലും കൊലായിലും അടുക്കളയിലും ഒക്കെ തന്നെ അടുക്കളയിലൊക്കെ വരച്ച് വെച്ച മനോഹരമായ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കേസാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ശാസ്ത്രീയമായിട്ട് ചിത്രരചന പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും മറ്റു വിശേഷങ്ങളും കാണിച്ചു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ഗോപിയേട്ടാ നമസ്കാരം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾട്ടോ, കലാകാരൻ. അപ്പോൾ അദ്ദേഹം കൊയിലാണ്ടി സുലോചന ആർട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു കാലഘട്ടത്തിൽ കൊയിലാണ്ടീൻ്റെ ഏറ്റവും വലിയൊരു ആർട്സ് സെൻറ്റർ തന്നെയായിരുന്നു സുലോചന ആർട്സ്. അപ്പോൾ അവിടുത്തെ ഒരു കലാകാരൻ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫുട്ബോൾ പ്ലെയറാണ് ഞാൻ ആദ്യം പറഞ്ഞു. ചെമറിൽ റൊണാൾഡിനോ, തൊട്ടിപ്പുറത്ത് പെലെ, അങ്ങനെ ഇതൊക്കെ ഏത് പെയിന്റിൽ വെച്ച് നോക്കിട്ടാ? ഓയിൽ പെയിന്റ്. ഓക്കെ, അത് ഓയിൽ പെയിന്റ്. ഇതൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫാബ്രിക് കളറല്ലേ. ശ്രീകൃഷ്ണനൊക്കെ വരച്ച് വെച്ച് കണ്ടാല് ശ്രീകൃഷ്ണൻ, സിർദി സായി, എല്ലാത്തിനും നമ്മളെ സുലോചന ആർട്സ് ഗോപി കണ്ടിട്ടോ. ശരിക്കും ഇദ്ദേഹം ഒരു പെയിന്റിങ്ങിന്റെ ജോലിയാണ്, വീടിന്റെ പെയിന്റിങ് ജോലിയാണ് ചെയ്യുന്നത് കൂടി. ഇദ്ദേഹം നല്ലൊരു കറ കളഞ്ഞൊരു ആർട്ടിസ്റ്റ് തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല പറയാൻ. കാരണം വീടിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കരവിരുത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ വീടിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചിട്ടാ. മാന്ത്രികൻ റൊണാൾഡിനോ, അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങൾ കേട്ടോ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ചുമരൊക്കെ തന്നെ ഉണ്ടല്ലേ വളരെ മനോഹരമായിട്ട് ചിത്രപ്പണികളുകൊണ്ട് അലങ്കരിച്ച് വെച്ച് കിട്ടുക. ഈ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കേസ്, അത്രയും പെർഫെക്റ്റ് സാധനമായിട്ട് അദ്ദേഹം വരച്ച് വെച്ചേ. ഇവിടെ ഒരു പാമ്പ് കിടക്കുന്നുണ്ട് കേട്ടോ, ഇത് മരത്തിൻ്റെ വേരുകൊണ്ട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട്. അതുപോലെ മുറ്റത്ത് പെലെ, ഫുട്ബോൾ രാജാവ് പെലെ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് കേട്ടോ. ഇത് ആരൊക്കെ? ഗോപിയേട്ട ഒന്ന് ഗോപിയേട്ടൻ ഉണ്ടല്ലേ സെൻട്രൽ ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അർജന്റീൻ്റെ രണ്ട് പ്ലേസ്. ഇത് എവിടെ നിന്ന് എടുത്ത ഫോട്ടോ? കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ നിന്ന് എടുത്തല്ലേ? ആ, ഇത് ഏത് കാലഘട്ടത്തിലെടുത്തേ? 3 മാസം മുമ്പ്. അത് ശരി. ആ, ഷോക്കേസും കാര്യങ്ങളും കേട്ടോ. ഷോക്കേസിലൊക്കെയാണ് ശ്രീകൃഷ്ണന്റെ മനോഹരമായ ചിത്രം വരച്ചു വെച്ചത് കേട്ടോ. ഓക്കെ, ആക്ഷൻ വിൽക്കാൻ വന്നിട്ട് വൈറലായ മൊണാലിസന്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കില്ല, ഇതാ പകുതി ആയി കിടക്കേട്ടോ. ഇപ്പം ഗോപിയേട്ടൻ വരയ്ക്കായിരുന്നു അത്? അല്ല, ഇന്ന് വരച്ചില്ല. അപ്പോൾ നമ്മളെ വൈരക്കണ്ണ് സുന്ദരി മൊണാലിസ കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തെയ്യക്കാലമാണ്, ഉത്സവക്കാലം. അപ്പം അതിമനോഹരമായൊരു തെയ്യക്കാലം വരച്ച് വെച്ചിരിക്കട്ടെ അടുക്കളേൻ്റെ ചുമരിൽ. ഞാൻ താഴോട്ട് ഇത് കാണിക്കുന്നില്ല, ഇതൊരു ശാസ്ത്രീയമായിട്ട് പഠിച്ചൊരു കലാകാരൻ വരച്ചല്ല എന്ന് പറയില്ല. പക്ഷേ ഇദ്ദേഹം ശാസ്ത്രീയമായിട്ട് ചിത്രരചന പഠിച്ചിക്കില്ല കേട്ടോ. കണ്ടോ, അതിമനോഹരമായ പിക്ചറുകൾ കണ്ടോ, ഒരു രക്ഷയില്ല. ഇദ്ദേഹം വരച്ച ഒരു ഉത്സവ പറമ്പാണ് കേട്ടോ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. ഇത് അടുക്കളയാണ് കേട്ടോ. അത് ഏറ്റവും വലിയ പ്രത്യേകത അടുക്കളയാണ്. ഇവിടെയൊക്കെ ആകെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കോലായി കിടക്കുന്നതുകൊണ്ട് ഞാൻ താഴോട്ട് കാണിക്കാത്ത നിങ്ങൾക്ക് കാണാം. ഗോപിയേട്ടത് ഇത് പെയിന്റ് കൊണ്ട് വരച്ചേ? ഇത് ഫാബ്രിക് കൊണ്ടല്ലേ? ഇത് നല്ല ഹൈറ്റിൽ വരച്ചിരിക്കല്ലോ. മുകളിലൊക്കെ കാണുന്നത് ഇതാണോ? വെടിക്കെട്ടാണോ? വെടിക്കെട്ടല്ലേ? വെടിക്കെട്ടൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. വർണ്ണശബളമായ വെടിക്കെട്ട മുകളിലൊക്കെ വരച്ചു വെച്ചത്. ശരിക്കും ഗോപിയേട്ട ചിത്രരചന പഠിച്ചിക്കോ? അച്ഛൻ്റെ അടുത്ത് പാരമ്പര്യമായിട്ട് കിട്ടിയ അത്രേ ഉള്ളൂ. ആരും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നല്ല. നിങ്ങൾ എന്നെ പറ, സൂപ്പർ ചിത്രങ്ങളല്ല നോക്കിയേ, ഒരു രക്ഷയില്ല. ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണമെങ്കിൽ
ഇദ്ദേഹത്തിൻ്റെ കഴിവ് എന്തായാലും ചില്ലറയാകില്ല. കൊടികളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. കൊടികൾ അതുപോലെ മുകളിലത് വെടിക്കെട്ടുകളൊക്കെ വിരിഞ്ഞ് അങ്ങനെ നിൽക്കുക. ഇദ്ദേഹം ഉണ്ടാക്കിയൊരു പുലിയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കാടൊക്കെ വരച്ചിട്ടുണ്ട്. എന്തായാലും ഓരോ സാധനങ്ങളും ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് കേട്ടോ. സൂപ്പർ സ്റ്റാർ വിജയ് അണ്ണൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചുമരുള്ളത് മുകളിലിട്ട് വീടിൻ്റെ മുകളിലെത്തി ഞങ്ങൾ. അവിടെ വീടിൻ്റെ ചുമരിൻ്റെ മുകളിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. ഗ്ലാസ് വരെ ഒഴിവാക്കിയില്ല കേട്ടോ. ജനലിൻ്റെ ഗ്ലാസ് വരെ. ഇത് അകത്തുനിന്ന് വരച്ചാണോ പുറത്തുനിന്ന് വരച്ചാണോ കേട്ടാ? പുറത്തുനിന്ന്. അങ്ങനെ പുറത്തുനിന്ന് വരച്ച് എണി വെച്ചിട്ടോ? ഗ്ലാസ് പെയിന്റാ? ഗ്ലാസ് പെയിന്റ്. ഇവിടെയൊക്കെ മനോഹരമായ ചിത്രങ്ങൾ. ഇതൊന്നും ഒരു രക്ഷയില്ലാത്ത പെയിന്റിങ്സ്. അടിപൊളി സംഭവം കേട്ടോ. ഇവിടെയൊക്കെ മനോഹരമായ പെയിന്റിങ് കൊണ്ട് അലങ്കരിച്ച്. എപ്പോഴെങ്കിലും ഗോപിയേട്ടൻ നടത്തിനോ? എക്സിബിഷൻ നടത്തിനോ? നടത്തിയില്ല. ഗോപിയേട്ടൻ എന്താട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ണാടി കാണുന്ന. ഇത് മുകളത്തെ റൂമിലേക്ക് കിടക്കുന്ന വാതിലാണ്. അതിൻ്റെ മുകളിൽ ഒരു മനോഹരമായ പരുന്ത്, പാറിപ്പറക്കുന്ന പരുന്ത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയേ, നിങ്ങൾ എന്നെ പറയും എങ്ങനെയുണ്ട് ചിത്രം എന്നുള്ളത്. അടിപൊളിയല്ലേ? ഈ കലാകാരനെ ഇഷ്ടപ്പെട്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.